ഹലോ, ഞാനൊരു കുക്കിംഗ് കോമ്പറ്റീഷന് പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഷെഫ് ദീനസാറാണ് ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനാഗുറേഷനുള്ള തയ്യാറെടുപ്പിലാണ്. സ്പോൺസർമാരിനെയൊക്കെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ഡിഷസൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി. രാവിലെ നേരത്തെ എണീറ്റിട്ട് 2:30 എണീറ്റ് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി കൊണ്ടുപോയി. അപ്പോൾ ഇനാഗുറേഷനും സാറിൻ്റെ കുറച്ച് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ഓരോ ടോക്കൺ നമ്പർ ഉണ്ടായിരുന്നു. ആ ടോക്കൺ നമ്പറിനനുസരിച്ച് അവിടെ ടേബിളിൽ നമ്മൾ കൊണ്ടുവന്ന ഫുഡെല്ലാം ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ ഞാൻ കൊണ്ടുപോയത് ചിക്കൻ കട്ട്ലറ്റ്, ചിക്കൻ കറി, ചട്ടിപ്പത്തിരി, ഉണ്ണിയപ്പം, ഉന്നക്കായ, ചക്കപ്പം, ചിക്കൻ കമീറ, പാലട പായസം, അങ്ങനെ ഒരു 9 ഐറ്റം ഞാൻ കൊണ്ടുപോയി. Kerala one here. Okay. So here, Coimbatore is right here. Nanjing varila. Inge people. Pakkamali. Okay. Inne me kolla. Bas anne chicken. Very good. Ready-made pattern use making. Fresh like. Fasting. And the time ready. நடந்து வாங்க அது சக்தியானது அங்கிருந்து பஸ்ஸில் வரணும். நேரம் ஆயிடுச்சு, ரொம்ப நேரம் ஆயிடுச்சு. இந்த போட்டி எப்படி நடக்குதுன்னு தெரியும். അങ്ങനെ സാറ് ഫുഡ് നമ്മുടെ കൊണ്ടുപോയ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഇനി അടുത്ത ബാച്ചിന് ഡിസ്പ്ലേക്ക് വെക്കണമല്ലോ. അപ്പോൾ നമ്മളോടെല്ലാവരും താഴത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഞാനും ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായി, 150 പേരുണ്ടായിരുന്നേ. അപ്പോൾ 50 പേരെ അങ്ങനെ വെച്ചിട്ടാണ് ഓരോരുത്തർ അങ്ങനെ വെച്ചിട്ടാണ് സാറ് ടേസ്റ്റ് ചെയ്യാൻ മേലേക്ക് 3rd ഫ്ലോറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്.
கிராண்ட்ஃபாதர் வந்தாங்க. ஆனா இந்த வாட்டி தெளிவா என்ன பண்ணிருக்காங்கன்னா கண்டிப்பா நம்ம போட்டின்னு சொல்லும்போது 3 பேர் மட்டும் தான் செலக்ட் பண்ணணும்னு சொல்லியிருக்காங்க. ஸோ அதுல இப்போ நம்ம நடந்த போட்டியில 10 பேர் செலக்ட் பண்ணிருக்கோம். இந்த 10 பேரை வந்து ஃபைனலா செலக்ட் பண்ணி 3 பேர் கிராண்ட் ஃபினாலிக்கு சென்னைக்கு அனுப்புவோம். அதுக்கு படி இருந்தாலும் சில பேரோட ரெசிபிகள் எனக்கு ரொம்ப பிடிச்சது. அவங்களுக்கு ஒரு சின்ன பிரைஸ் கொடுக்கணும்னு சொல்லிட்டு அவங்களையும் நான் செலக்ட் பண்ணி கூப்பிட்டுருக்கேன். டாப் 10 கண்டஸ்டன்ஸா யாரு லைவ் குக்கிங் போக போறாங்க அப்படின்றது தெரிஞ்சுக்கலாமா? எத்தனை பேர் போக போறீங்க? அப்புறம் ஓகே, ஃபர்ஸ்ட் வந்ததே சாப்பிட்டேன். அழகான ஒரு பிரசன்டேஷன், ரொம்ப நல்லா இருந்தது. ஒரு சிக்கன் கிரேவி சாப்பிட்டு பார்த்து ரொம்ப சூப்பரா இருக்கு, ரொம்ப நல்லா இருக்கும் அப்படின்னு சொல்லியிருந்தாங்க. ஸோ அவங்க பார்த்தீங்கன்னா எனக்கு மிஸ்டர் ஷாலினி மோகன் நம்பர் 2. வெரி குட் பிரசன்டேஷன், வெரி குட். தேங்க் யூ ஸோ மச். അങ്ങനെ സാറ് 150 പേരുടെയും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും ഈവനിങ് 5:30 ആയിരുന്നു കേട്ടോ റിസൾട്ട് പറയാനായിട്ട്. അപ്പോൾ ഈ 150 പേരിൽ നിന്നും 10 ആൾക്കാരെ സെലക്ട് ചെയ്യും. അപ്പോൾ എന്തോ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് ആ 10 ആളിൽ ഒരാളാവാൻ പറ്റി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെലക്ട് ചെയ്ത ഈ 10 ആൾക്കാർ പിന്നെ നമ്മൾ അവിടെ നിന്ന് ലൈവായിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ അവർ തരുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അവർ പറയുന്ന ഒരു പനീർ വെച്ചിട്ട് ഒരു ഐറ്റം പറഞ്ഞു, അതൊരു ടിഫിൻ ബോക്സിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പിന്നെ സ്നാക്സ് എന്തെങ്കിലും, പിന്നെ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് അവർ പറഞ്ഞത്. 1 hour ടൈമാണ് അവർ തന്നിരിക്കുന്നത്. 6:30 to 7:30 ഉള്ളിൽ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു 3 ഐറ്റംസ് ഉണ്ടാക്കി. ആ ഒരു ടെൻഷനിൽ നമുക്കൊന്നും പെട്ടെന്ന്, അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഈ ലൈവ് കുക്കിംഗ് എന്നൊക്കെ പറയണത്. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനിൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കൂടെ എന്തോ ഭാഗ്യത്തിന് എനിക്കെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ஓப்பன் பண்ணாத போடாங்க, ஓப்பன் பண்ணாத மட்டும் உள்ள போடுங்க. சாப்பாடு லாஸ்ட் காலைல ஒரு 150 பேருக்கு மேலே இருந்த சாப்பாடு இப்போ 10 பேர் லாஸ்ட் பண்ணிருக்கேன். யாரா இருப்பீங்க? ஒன்று, அதுக்கப்புறம் கைத்துக்குள்ள செலக்டட் வின்னர். பிரிவில் வந்து நான் நான்வெஜ்னாவே கண்ண முடிவு செஞ்ச நல்லா ரொம்ப நல்லா வரும். அப்படி அழகா பேசினாங்க மேடம். பிரசன்டேஷன் வெரி குட், நல்லா இருந்தது. மிஸ்ஸஸ் ஷாலினி மோகன் வாங்க. மோனே அந்த பன்னீரும் அந்த சிக்கனும் அந்த உருளைக்கிழங்கு வச்சு பேக் பண்ணியிருந்தாங்க, ரொம்ப நல்லா இருந்தது. தேங்க்யூ. வாங்க, வெரி குட்.